നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലത്തിലെ കനാൽ തുമ്പോളി LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്കെതിരെ കയ്യേറ്റ ശ്രമവും തന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണവും നടത്തിയതായി KM ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീ വിദ്യാധിരാജ സമാധി ശതാബ്ദി ആഘോഷവും സ്വാമികളുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യവും കോൺഗ്രസും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ KC വേണുഗോപാലിന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാവുന്ന നടപടിക്ക് ജില്ലയിൽ തുടക്കമായി. BLO വഴി നേരത്തെ അപേക്ഷ സമർപ്പിച്ച് അനുമതി ലഭിച്ചവർക്കാണ് ഇത്തരത്തിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. വാർത്തകൾ വിശദമായി. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലത്തിലെ കനാൽ തുമ്പോളി LDF മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. PP ചിത്തരഞ്ജൻ MLA മാർച്ചിന് ഉദ്ഘാടനം നിർവഹിച്ചു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ആലപ്പുഴ മണ്ഡലത്തിലെ കനാൽ തുമ്പോളി LDF മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ LDF പ്രവർത്തകർ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തുമ്പോളി പള്ളി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. കുരിശടി, കടപ്പുറം, ചന്തമുക്ക് വഴി ബാപ്പുവൈദ്യർ ജംഗ്ഷനിലെത്തി നൈറ്റ് മാർച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നിലപാട് എന്താണ് എന്നറിയുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ അദ്ദേഹം കഴിഞ്ഞ 30-ാം തീയതി രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് ഇതുവരെ അദ്ദേഹം പ്രഖ്യാപിക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്നതിനെ സംബന്ധിച്ച ഒരു വരി പോലും ഉച്ചരിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട് തികച്ചും വഞ്ചനാപരമായിട്ടുള്ളതാണ്. DP മധു, KK ജയമ്മ, D സുധീഷ്, അജയ സുധീന്ദ്രൻ, VT രാജേഷ്, PV വിനോദ് കുമാർ, PJ ആന്റണി, A ഷാനവാസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്കെതിരെ കയ്യേറ്റ ശ്രമവും തന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതായി KM ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 8:30 ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് തനിക്ക് നേരെയും തന്റെ പ്രചാരണ വാഹനത്തിന് നേരെയും കയ്യേറ്റവും ആക്രമണവും നടന്നതെന്ന് KM ഷാജഹാൻ പറഞ്ഞു. CITUക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നും കണ്ടാലറിയാവുന്ന അക്രമം നടത്തിയവർക്കെതിരെ പരാതി നൽകിയതായും KM ഷാജഹാൻ കൂട്ടിച്ചേർത്തു. പോലീസ് സ്റ്റേഷൻ അടുത്ത് വെച്ച് എനിക്കുള്ളൊരു ഏക പ്രചരണ വാഹനത്തിനെതിരെ ഒരു കയ്യേറ്റവും ഒരാക്രമണ ശ്രമവും ഇന്നലെ നടക്കുകയുണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കിയത് CITU എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചില ക്രിമിനലുകൾ നടത്തിയതായിരുന്നു ആക്രമണം. അപ്പോൾ ആക്രമണത്തിൻ്റെ ഭാഗമായി വളരെ മോശമായ ഭാഷയിലുള്ള സംസാരങ്ങൾ പറയുകയും നമ്മുടെ വാഹനം കത്തിച്ചു കളയുമെന്നും ആലപ്പുഴ വിട്ടുപോകണം എന്നുമായിരുന്നു സംസാരം. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ റിട്ടേണിംഗ് ഓഫീസറെ കണ്ടു. റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴിയെടുത്തു. ആ വാഹനത്തിലുണ്ടായിരുന്ന അനൗൺസറുടെ മൊഴിയെടുത്തു. ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്രമികൾ തനിക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചതായും തന്നെയും തന്റെ വാഹനത്തെയും കത്തിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും തന്റെ തുടർ പ്രചാരണ പരിപാടികൾക്ക് പോലീസ് സംരക്ഷണം നൽകിയതായും KM ഷാജഹാൻ കൂട്ടിച്ചേർത്തു. ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തന്നെ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്താമെന്ന് ആരും കരുതേണ്ട എന്നും ഷാജഹാൻ പറഞ്ഞു. S ബാബുജി, രതീഷ് ചക്രപാണി, പ്രസാദ് സോമരാജൻ, വർഗീസ് ചെറിയാൻ എന്നിവരും ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.
ശ്രീ വിദ്യാധിരാജ സമാധി ശതാബ്ദി ആഘോഷവും സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ശ്രീ വിദ്യാധിരാജ സമാധി ശതാബ്ദി ആഘോഷവും സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഹിച്ചുകൊണ്ടുള്ളത് അത് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളുടെ സംഗമിച്ച എറണാകുളവും മൂവാറ്റുപുഴയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ സ്ഥലമായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ ഗൃഹം വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ അന്ന് വൈകിട്ട് അവിടെ സമാപിച്ച് പിറ്റേന്ന് അവിടെ നിന്നും തുടങ്ങി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായ കൊല്ലം ജില്ലയിലെ പന്മനയിൽ വന്ന് അവിടെ നിന്നും ഘോഷയാത്രയോടുകൂടി വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സായ ആലപ്പുഴ ജില്ലയിലെ വിദ്യാധിരാജപുരത്ത് വള്ളികുന്നത്ത് എത്തിച്ചേരുന്നതോടുകൂടി 20 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരാധനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് നിർവഹിക്കുന്നത്. ഈ മാസം 20 വൈകിട്ട് നടക്കുന്ന ശതകോടി സർവസിദ്ധി സഹസ്രനാമ സമൂഹ അർച്ചന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 21 മുതൽ മെയ് മാസം 8 വരെ സഹസ്രനാമ അർച്ചന തുടരും. ഏപ്രിൽ 27-ന് ഭരണഘടനയും തുല്യനീതിയും ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ ദർശനവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കും. നാരായണീയ പാരായണം, പ്രഭാഷണ പരമ്പരകളും നടക്കും. മെയ് 7-ന് ചട്ടമ്പി സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. തുടർന്ന് സമാധി ശതാബ്ദി മഹാസമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മെയ് 8-ന് നടക്കുന്ന സമാപന സമ്മേളനം ബംഗാൾ ഗവർണർ ഡോക്ടർ CV അനന്തബോസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ പെരുമറ്റം രാധാകൃഷ്ണൻ, വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡയറക്ടർമാരായ അനന്തൻ ആർ പിള്ള, മീന മുരളീധരൻ, ശ്യാംനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. രാജ്യവും കോൺഗ്രസും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ KC വേണുഗോപാലിന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന് നാഷണൽ ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെയും കോൺഗ്രസിനെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ KC വേണുഗോപാലിന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർച്ചയ്ക്ക് കാരണക്കാരായത് വേണുഗോപാലാണെന്നും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ദുർബലമാക്കിയും സഖ്യകക്ഷികളെ ആട്ടിയകറ്റി BJP വിരുദ്ധ മുന്നേറ്റങ്ങളെ തകർത്തതിന്റെ പാപക്കറയും ജനാധിപത്യ മതനിരപേക്ഷ ആശയക്കാരായ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒറ്റപ്പെടുത്തി ആട്ടിയകറ്റിയതിന്റെ ഉത്തരവാദിയും KC വേണുഗോപാലാണെന്നും നാഷണൽ ലീഗ് സംസ്ഥാന ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമുക്കറിയാം, കോൺഗ്രസിന് എന്തൊക്കെ പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും ദേശീയ തലത്തിൽ അതിനൊരു കെട്ടുറപ്പുണ്ടായിരുന്നു. അതൊരു പരിധിവരെ അതിൻ്റെ മതനിരപേക്ഷ നിലപാട് മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ധാരാളമുണ്ട്, ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ തകർത്തെറിയുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് ശ്രീ KC വേണുഗോപാലാണ്. എന്നു മാത്രമല്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടുന്നതിൽ KC വേണുഗോപാൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം 2019 തെരഞ്ഞെടുപ്പിൽ നിലവിലെ രീതിയിൽ സമാനമായ രീതിയിൽ ഒരു മതേതര ചേരി ഐക്യപ്പെട്ടു വരാൻ എല്ലാ സാധ്യതയും. സംഘപരിവാറിന് കീഴ്പ്പെടാത്ത കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാശേഷി ദുർബലമാക്കി BJPക്ക് സഹായം നൽകുന്ന ഏജന്റിന്റെ റോളിലാണ് KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപണമുന്നയിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയും ദേശീയ നേതൃത്വവും പുലർത്തുന്ന നിശബ്ദതയും അപകട കാരണമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സംസ്ഥാന നേതാക്കളായ ജലീൽ പുനലൂർ, PT ഷാജഹാൻ, മുഹമ്മദ് അലി ഫാറൂഖ് സക്കാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാവുന്ന നടപടിക്ക് ജില്ലയിൽ തുടക്കമായി. BLO വഴി നേരത്തെ അപേക്ഷ സമർപ്പിച്ച് അനുമതി ലഭിച്ചവർക്കാണ് ഇത്തരത്തിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. മുതിർന്ന പൗരന്മാരും ഭിന്നശേഷി വോട്ടർമാരും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന നടപടി ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിൽ തുടക്കമായി. BLO വഴി നേരത്തെ അപേക്ഷ സമർപ്പിച്ച് അനുമതി ലഭിച്ചവർക്കാണ് ഇങ്ങനെയുള്ള അവസരം ലഭിക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി 85 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കും
ഭിന്നശേഷി വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി നൽകും. കഴിഞ്ഞ ദിവസം ആലശ്ശേരി ലത്തേരിപ്പറമ്പിൽ എം അബ്ദുൾ റഹീമിന്റെ വീട്ടിലെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ഉണ്ടായിരുന്നു. വീട്ടിൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കാൻ 101 ഉദ്യോഗസ്ഥ സംഘങ്ങൾ ജില്ലയിൽ രൂപീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഒബ്സർവർ, സ്പെഷ്യൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഓഫീസർ, ക്യാമറമാൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ടറുടെ രേഖകൾ പരിശോധിച്ച ശേഷം രഹസ്യമായി വോട്ട് ചെയ്യാൻ താൽക്കാലിക പോളിംഗ് ബൂത്ത് ഒരുക്കി നൽകി. പേപ്പർ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സീൽ ചെയ്ത കവറിലായി ഇത് സ്വീകരിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വോട്ടിംഗ് സമ്പ്രദായത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലത്തിലെ കനാൽ തുമ്പോളി LDF മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്കെതിരെ കയ്യേറ്റ ശ്രമവും തന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണവും നടത്തിയതായി KM ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീ വിദ്യാധിരാജ സമാധി ശതാബ്ദി ആഘോഷവും സ്വാമികളുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യവും കോൺഗ്രസും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ KC വേണുഗോപാലിന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാവുന്ന നടപടിക്ക് ജില്ലയിൽ തുടക്കമായി. BLO വഴി നേരത്തെ അപേക്ഷ സമർപ്പിച്ച് അനുമതി ലഭിച്ചവർക്കാണ് ഇത്തരത്തിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.